ഹേ ഗൈസ്, ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആകാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമകൾ ഏതൊക്കെയാണ്, സീരീസുകൾ ഏതൊക്കെയാണെന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോവുക. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, മാർവൽ അവരുടെ ഫേസ് 6 ഈ ഒരു സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൾട്ടിവേഴ്സ് ആകാൻ തന്നെയായിരിക്കും ഈ ഒരു ഫേസിൻ്റെ പേര്. അതായത് ഫേസ് 5ൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ ഒരു ഫേസ് 6 എന്ന് പറയുന്നത്. 4 സിനിമകളാണ് ഈ ഒരു ഫേസിൽ വരിക. അത് ഫെൻറ്റാസ്റ്റിക് ഫോർ ആദ്യം റിലീസാകും. അത് കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ, പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന 2 സിനിമകൾ, മെയിൻ 2 സിനിമകൾ, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസും. അപ്പം ഈ ഒരു സീക്രട്ട് വാർ കഴിഞ്ഞ് കഴിയുമ്പം മാർവലിന് മൊത്തത്തിലൊരു ചേഞ്ചാണ്. പിന്നെ വരുന്നത് മ്യൂട്ടൻസ് സാഗയാണ്. മ്യൂട്ടൻസ് സാഗയിൽ നമ്മൾ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ എല്ലാം പുതിയ ക്യാരക്ടേഴ്സൊക്കെയാണ്. സീക്രട്ട് വാറിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ മൊത്തത്തിലൊരു അഴിച്ചുപണിയാണ് മ്യൂട്ടൻസ് സാഗയിൽ വരാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മളുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഫെൻറ്റാസ്റ്റിക് ഫോറിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരുപാട് വലിയ ഇവൻറ്റ്സ് ആണ്. അതായത് ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഡൂംസ്ഡേയുടെ ഇവൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സിനിമയ്ക്ക് ഡൂംസ്ഡേയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. മാർവൽ ഹിസ്റ്ററിയിലെ ദ ഷോർട്ടസ്റ്റ് മൂവി ആയിരിക്കും ഇത്. അപ്പം സിനിമയ്ക്ക് 2 ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു എൻ ക്രെഡിറ്റ് സീനും. ആദ്യത്തെ ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ കാണാറുള്ള ഈ പറയുന്ന മാർവലിൻ്റെ ഒരു തമാശ രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് സീൻ ആയിരിക്കും. എൻഡ് ക്രെഡിറ്റ് സീൻ ഈ പറയുന്ന ഡൂംസ്ഡേയുടെ ഒരു ഇവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൂംസ്ഡേയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും ഇതിനകത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. 1 മണിക്കൂർ 55 മിനിറ്റ് ഉള്ള ഈ ഒരു സിനിമയിൽ ഇപ്പം തന്നെ ഒരുപാട് ട്രെയിലറുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് സിനിമയിൽ കാണിക്കേണ്ട ഒരു 20-25 മിനിറ്റ് ട്രെയിലറിലാണ് ഇപ്പോൾ അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഗലാക്ടസിനെ കാണിച്ചു, സിൽവർ സർഫറിനെ കാണിച്ചു, എന്തിനാണ് ഗലാക്ടസ് ഈ ഒരു വേൾഡ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് കാണിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡിനെ ആദ്യമായിട്ട് എംസിയുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് എന്ന് പറഞ്ഞാൽ റീഡ് റിച്ചാർഡ്സിൻ്റെയും സ്യൂ സ്ട്രോമിൻ്റെയും ചൈൽഡാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അല്ലെങ്കിൽ മാർവൽ കോമിക്സിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ്. അത്രയും പവർഫുൾ, ഒരു ഗോഡ് ലെവൽ ക്യാരക്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ. അപ്പം ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് ഗലാക്ടസ് ഈ ഒരു വേൾഡ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഒന്നെങ്കിൽ ഫ്രാങ്കിളിനെ ഗലാക്ടസിന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ഫ്രാങ്കിളിൻ റിച്ചാർഡ്സിന് വേണ്ടിയിട്ട് ഗലാക്ടസ് ഡിസ്ട്രോയ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവർ ഫ്രാങ്കിളിനെ എന്തായാലും കൊടുക്കില്ല, ചൈൽഡിനെ കൊടുക്കില്ല, അതിന് പകരം ഇവർ ഫൈറ്റ് ചെയ്യുന്നതും ഗലാക്ടസിനെ ഡിസ്ട്രോയ് ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന തണ്ടർ ബോൾട്സിൽ കണ്ട ആ ഒരു സ്പേസ് ഷിപ്പിൽ ഫെൻറ്റാസ്റ്റിക് ഫോർ അല്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഡോക്ടർ ഡൂം ഫ്രാങ്കിളിനെ സ്റ്റീൽ ചെയ്തിട്ട് പോവുക, അങ്ങനെ കുറേ തിയറീസ് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ ഇത്രയും ഒരു ഒ പി ക്യാരക്ടർ ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഒ പി ചൈൽഡാണല്ലോ ഫ്രാങ്കിളിന്. അപ്പോൾ ഫ്രാങ്കിളിനെ ഡോക്ടർ ഡൂമിന് വേണം. അങ്ങനെ ഡോക്ടർ ഡൂം ഇവിടെ വന്നിട്ട് ഫ്രാങ്കിളിനെ തട്ടുന്നു, എന്നിട്ട് തട്ടിക്കൊണ്ട് പോകുന്നു. ആ ഒരു എർത്ത് നമ്മുടെ, അതായത് തണ്ടർ ബോൾട്സ് അല്ലെങ്കിൽ അവഞ്ചേഴ്സ് ഉള്ള എർത്തിൽ വരുന്നു. അങ്ങനെ കുറേ തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു മെയിൻ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2019 എൻഡ് ഗെയിം റിലീസ് ആയെങ്കിലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഈ പറയുന്ന അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും തോറും ഒക്കെ ഉള്ള ആ ഒരു അവഞ്ചേഴ്സ് തന്നെയാണ്. അപ്പം ആ ഒരു ടീമിന് ഒരു ചേഞ്ച് ഈ ഒരു സിനിമ വരുന്നതോടെ വരും. അതായത് ഒരു പവർ ചേഞ്ച് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീക്രട്ട് വാറിലും ഡൂംസ്ഡേയിലും അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ആയിരിക്കും. അതായത് പെട്രോ പാസ്കലിൻ്റെ ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ആയിരിക്കും. ഫെൻറ്റാസ്റ്റിക് ഫോർ ആയിരിക്കും ഇനി മെയിൻ എന്ന് പറയുക. അപ്പോൾ അതൊരു ഭയങ്കര വലിയ ചേഞ്ചാണ് നമ്മളത് കാണാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു പറയുന്ന ഫേസിൽ ഒരുപാട് ക്യാരക്ടർ ഡെത്തുകൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് വരുന്ന സിനിമകളിലാണ്, ഫെൻറ്റാസ്റ്റിക് ഫോറിലല്ല. ഫെൻറ്റാസ്റ്റിക് ഫോറിൽ ഈ ഒരു സിനിമ ഒരു സ്റ്റോറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫെൻറ്റാസ്റ്റിക് ഫോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി. അതായത് ഒരു ഒറിജിൻ സ്റ്റോറി ആയിട്ടല്ല ഈ ഒരു സിനിമ കാണിക്കുന്നത്. ഒരു 4 ഇയർ ഫെൻറ്റാസ്റ്റിക് ഫോർ ഓൾറെഡി ആ ഒരു യൂണിവേഴ്സിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഗലാക്ടസ് വരുന്ന ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ സിൽവർ സർഫറും ഗലാക്ടസും വരുന്ന ഒരു ഇവൻ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോവുക. എന്തായാലും കുറേയധികം നൈസ് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ പണ്ട് കണ്ട ആ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോർ അല്ല. ഇതിപ്പം ഡിസ്നി പുതുതായിട്ട് റീകാസ്റ്റ് ചെയ്തതാണ്. പെട്രോ പാസ്കലൊക്കെ ഉള്ള ഒരു നൈസ് ടീമൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായി തീരും എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഇവരാണ് നമ്മളുടെ സീക്രട്ട് വാറിലും ഡൂംസ്ഡേയിലും ഒക്കെ ലീഡ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു വലിയ ചേഞ്ചൊക്കെയാണ്. എന്താണെന്നും നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു സിനിമ റിലീസായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പ്രീമിയർ കണ്ട സമയത്ത് കുറേയധികം ആളുകൾ നല്ല അഭിപ്രായം, കുറേയധികം ആളുകൾ ഈ പറയുന്നത് പോലെ പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിനിമ എന്തായാലും നമുക്ക് ജൂലൈ 25-നാണ് റിലീസ് ആകുക. ഐമാക്സിൽ കാണാൻ പറ്റുന്നവർ ഐമാക്സിൽ തന്നെ കാണുക. കാരണം ഗലാക്ടസിനെ കാണുന്ന സമയത്ത് സ്ക്രീൻ എക്സ്പാൻഷൻ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഐമാക്സിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. സൂപ്പർമാൻ പോലെ ഒരു ഫ്ലാറ്റ് റേഷ്യോയിലായിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക്
ഈ പറയുന്ന രണ്ട് സൈഡിലും ബ്ലാക്ക് സ്ക്രീൻ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. ഫ്ലാറ്റ് സ്ക്രീൻ എല്ലാം തോന്നുന്നു, ഇതുവരെ ആ ഒരു ഫ്ലാറ്റ് സ്ക്രീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ് ഞാൻ പറയുന്നത്. ഫ്ലാറ്റ് സ്ക്രീൻ മാർവൽ യൂഷ്വലി ഫ്ലാറ്റ് സ്ക്രീൻ അല്ല റിലീസ് ചെയ്യുന്നത്. അപ്പം അത്രയൊക്കെയാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റിയിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് കണ്ടിരിക്കേണ്ട സിനിമകൾ അത് ഞാൻ പറഞ്ഞില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങൾ മാർവലിൻ്റെ എല്ലാ സാധനവും ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ള പോലെ മാർവൽ ഫേസ് 5 വരെയുള്ള എല്ലാം കണ്ടിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുക. അതല്ല നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ വലുതായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. കാരണം പറയുന്ന ഗലാക്ടസും സിൽവർ സർഫറിനെയൊക്കെയാണ് കാണിക്കുന്നത്, പിന്നെ ഡോക്ടർ ഡൂമിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം പറയുന്ന മെയിൻ ക്യാമിയോസ് നമ്മൾ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നും ഈ ഒരു സിനിമയിൽ ക്യാമിയോ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഇല്ല. മൾട്ടിവേഴ്സ് സിനിമ അല്ല ഇത്. ഇതിൻ്റെ ക്രെഡിറ്റ് സീനിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അല്ലാണ്ട് മെയിൻ സിനിമയുടെ പോർഷനിലൊന്നും അതൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമയിൽ വലിയ എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് ഇല്ല. ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും കാണില്ല. പക്ഷേ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. എന്താണ് മാർവലിൽ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫേസ് 5 വരെയുള്ള എല്ലാ സാധനവും കാണേണ്ടി വരും. അയൺ ഹാർട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും നിങ്ങൾ. സിനിമയാണെന്നുണ്ടെങ്കിൽ അവസാനം തണ്ടർ ബോൾട്സ് ആണ് റിലീസ് ചെയ്തത്, അവിടെ വരെ കാണേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെയാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ ആഡ് ചെയ്യാം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും, എന്നിട്ടത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം അതാണ് എനിക്ക് ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ഗൈസ്. അതുവരെ ബൈ.